നമസ്കാരം. സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകളായ വയനാടും പാലക്കാടും വൻ വിജയം നേടിയ യു.ഡി.എഫിന് ചേലക്കരയിലുണ്ടായ പരാജയം മധുരത്തിനിടയിലും കയ്പ് സമ്മാനിച്ചിരിക്കുകയാണ്. ചേലക്കരയിൽ 2021 LDF നേടിയ ഭൂരിപക്ഷം 39,000 അത് ഇത്തവണ 12,000 കുറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ എംപിയുമായ രമ്യ ഹരിദാസിന്റെ തോൽവി അന്വേഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പുറന്തള്ളിയ രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഒരു വ്യക്തമായ മറുപടി അണികൾക്ക് നൽകുവാൻ കോൺഗ്രസിന് ഇപ്പോൾ കഴിയുന്നില്ല. അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും ചേലക്കരയിൽ വിജയം കൈവിട്ടത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച കൊണ്ടാണെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF തരംഗമുണ്ടായപ്പോൾ LDFന് ആശ്വാസമായ സീറ്റാണ് ആലത്തൂർ. അന്ന് തോറ്റ രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ എത്തിച്ചതിൽ പ്രാദേശിക നേതാക്കൾക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു. MP ആയിരുന്ന കാലഘട്ടത്തിൽ അവരുടെ പ്രവർത്തന പരിധിയിൽ വരുന്ന ചേലക്കരയിൽ യാതൊരു പ്രവർത്തനവും രമ്യ ഹരിദാസ് നടത്തിയില്ലെന്ന പരസ്യ പ്രസ്താവനകളും പ്രാദേശിക നേതാക്കൾക്കിടയിൽ ഉയർന്നിരുന്നു. രമ്യ മോശം സ്ഥാനാർത്ഥിയാണെന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളും പ്രചരിച്ചിരുന്നു. ചേലക്കരയിലേക്ക് രമ്യയെ വേണ്ടെന്ന പോസ്റ്ററുകളും അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നു. സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം ഉണ്ടായിരുന്ന വേളയിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് പരാജയ കാരണമായി വിലയിരുത്തുന്നത്. ഇതിനിടയിൽ NDA സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടിയതും ചർച്ചയാകുന്നുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുവാൻ DCC പ്രസിഡന്റ് ഇല്ലാതെ പോയതാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ K മുരളീധരൻ തോറ്റത് വിവാദമായതോടെ DCC പ്രസിഡന്റ് രാജിവെച്ചിരുന്നു. അങ്ങനെ പാലക്കാട് MP VK ശ്രീകണ്ഠന് DCCയുടെ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചിരുന്നു. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെ നേതൃത്വം സ്ഥാനാർത്ഥിയാക്കുവാൻ പരിഗണിക്കാത്തതും ഇപ്പോൾ എതിർപ്പ് ഉയരുന്നതിന് കാരണമായിരിക്കുകയാണ്. താഴെത്തട്ടിൽ പ്രവർത്തകരോടുള്ള മനോഭാവം കോൺഗ്രസ് സ്ഥാനാർത്ഥി മാറ്റാത്തതും അവർക്ക് തിരിച്ചടിയായി. തോറ്റാലും നേതാക്കൾക്ക് പ്രശ്നമല്ല, രാപ്പകൽ കഷ്ടപ്പെട്ട പ്രവർത്തകർക്കാണ് നഷ്ടമെന്നാണ് പ്രവർത്തകരുടെ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ചർച്ച. പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിയെ ഒറ്റക്കെട്ടായാണ് തീരുമാനിച്ചതെന്നും CPMന്റെ കോട്ടയായ ചേലക്കരയിൽ അവരുടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 1/3 കുറയ്ക്കുവാൻ കഴിഞ്ഞത് വലിയ നേട്ടമെന്നുമാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പറയുന്നത്. മണ്ഡലത്തിൽ സജീവമായ ആരെയെങ്കിലും പരിഗണിച്ചിരുന്നുവെങ്കിൽ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നുവെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. 5 വർഷം MP ആയിരുന്നിട്ടും രമ്യ ഹരിദാസ് മോശം പ്രകടനം നടത്തിയെന്നാണ് പൊതുവെ പാർട്ടി പ്രവർത്തകരുടെ വികാരം. പ്രതിപക്ഷ നേതാവും മറ്റു പല പ്രമുഖ നേതാക്കളും അവരുടെ ശ്രദ്ധ മുഴുവൻ പാലക്കാട് കേന്ദ്രീകരിച്ചതും തിരിച്ചടിയായി കണക്കാക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് വേണ്ടത്ര കൂടിയാലോചനകളും നടത്തിയില്ല. ചേലക്കരയിൽ നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പ്രാദേശിക നേതാക്കളുടെ അസാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു. ദളിത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി NK സുധീർ പാർട്ടി വിട്ട് PV അൻവറിന്റെ DMKയിൽ ചേർന്ന് മത്സരിച്ചിരുന്നു. 3920 വോട്ടുകളും പിടിച്ചു. ഇത് UDFന് ലഭിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചേലക്കരയെ ചൊല്ലി UDFൽ തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു. ഇതോടെ രമ്യ ഹരിദാസിന്റെ രാഷ്ട്രീയ ഭാവി ചോദ്യം ചെയ്യപ്പെടുകയാണ്. തമ്മിൽ തല്ലും ഗ്രൂപ്പ് പോരും സജീവമായി നിലനിർത്തുന്ന കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം അടങ്ങി വന്ന സമയമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് കാലം. ഇനി അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നതും വരുന്ന ആളുകളിൽ കാണാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു രാഷ്ട്രീയ വിശകലനവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.